മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് മിനിസ്റ്റർ. താറാവ് കർഷകരുടെ പ്രശ്നത്തെക്കുറിച്ച് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ മിനിസ്റ്ററെ വിളിച്ചത്. മിനിസ്റ്ററുമായി ഒരു ചർച്ച വേണം, അതോടൊപ്പം തന്നെ ഈ കൊന്നൊടുക്കലും നിരോധനവും ഒന്നും ശാശ്വതമല്ല എന്നാണ് ഈ കർഷകർ പറയുന്നത്. അവരുടെ ഭാഗം കൂടി കേട്ട് അനുഭാവത്തോടെയുള്ള ഒരു നടപടിയിലേക്ക് കടക്കാൻ കഴിയില്ലേ സർക്കാരിന്? ഹലോ മിനിസ്റ്റർ ജെ ചിഞ്ചുറാണി കേൾക്കാമല്ലോ അല്ലേ? ഹലോ ഹലോ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് നമുക്കൊപ്പം ഉള്ളത്. മിനിസ്റ്റർ കേൾക്കാമെന്ന് കരുതുന്നു. കുറേശ്ശേ കേൾക്കുന്നുണ്ട്. മിനിസ്റ്റർ യാത്രയിലാണെന്ന് മനസ്സിലായി. നമ്മൾ താറാവ് കർഷകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ കൊന്നൊടുക്കലും നിരോധനവും ഒന്നും ശാശ്വതമല്ല, ഞങ്ങൾക്കൊരു ഉപജീവന പാക്കേജ് എങ്കിലും നടപ്പായില്ലെങ്കിൽ ഈ 2025 വരെ വളർത്താൻ പാടില്ല എന്നുള്ളതൊക്കെ എങ്ങനെയാണ് ആ പ്രതിസന്ധി ഞങ്ങൾ അതിജീവിക്കുക എന്നാണ് കർഷകർ ചോദിക്കുന്നത്. അവരോട് പറയാനുള്ളത് എന്താണ് മിനിസ്റ്റർ? പക്ഷിപ്പനി നമുക്ക് ആദ്യമായിട്ടല്ല കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. 2015, 2014, 2016, 20, 21, 22, 23 കാലവർഷ ആ വർഷങ്ങളിലെല്ലാം തന്നെ ആവർത്തിച്ചത് വന്നുകൊണ്ടിരിക്കുക. വരുന്നതെല്ലാം നമുക്കറിയാം നവംബർ ഡിസംബർ മാസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ ദേശാടന പക്ഷികളുടെ വരവോടുകൂടിയാണ് ഇത് സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മളിത് ഉള്ള പ്രദേശങ്ങൾ പക്ഷിപ്പനി വ്യാപകമായ നിലയിൽ ഉള്ള പ്രദേശങ്ങളിൽ ചുറ്റളവിൽ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ളതിനെയായിരുന്നു നമ്മൾ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ വളരെ വ്യാപകമായ നിലയിൽ ആലപ്പുഴ ജില്ലയിൽ ഇത് പടർന്നു പിടിച്ചു എന്നുള്ളതാണ്. അത് ആലപ്പുഴ മാത്രമല്ല, കോട്ടയം ജില്ലയിലുണ്ടായിരുന്നു, പത്തനംതിട്ട ജില്ലയിലുണ്ടായിരുന്നു, ഈ 3 ജില്ലകളിലും. അതിൽ ആലപ്പുഴയുടെ എല്ലാ താലൂക്കുകളിലും ഇത് പടർന്നു പിടിച്ചു. പ്രഭവ കേന്ദ്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഏകദേശം 37 പ്രഭവ കേന്ദ്രങ്ങൾ ഇത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ കോട്ടയത്തെ വൈക്കമുണ്ടായിരുന്നു, പത്തനംതിട്ട ജില്ലയിലെ ഒരു താലൂക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലായിരുന്നു ഇത് പടർന്നു പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ ഇത്തവണ കേന്ദ്രത്തെ അറിയിച്ചപ്പോൾ തന്നെ കേന്ദ്ര സംഘം തന്നെ നേരിട്ട് വന്ന് അവരുടെ ഒരു വിശകലനം അവർ ഇവിടെ ആലപ്പുഴയിൽ നടത്തി. അവർ തിരിച്ചുപോയി അതിൻ്റെ റിപ്പോർട്ട് തന്നു. കേരളത്തിൽ തന്നെ നമ്മുടെ വെറ്റിനറി യൂണിവേഴ്സിറ്റി പാലൂരിലെ നമ്മുടെ ലാബിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവരുടെ ഒരു ടീമിന് ഞങ്ങൾ 18 അംഗ സംഘത്തെ കേരളത്തിൽ ഇത്തവണ പതിവിന് വിപരീതമായി നമ്മൾ നിയോഗിച്ചു. അവരുടെയും ഒരു റിപ്പോർട്ട് ഇതിനകം തന്നെ പ്രസിദ്ധപ്പെടുത്തി ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഇതിന് ഒരു മറുമരുന്നില്ല എന്നുള്ളതാണ്. അത് ഒരു രാജ്യത്തും ഇന്ന് പ്രാവർത്തികമല്ല എന്നുള്ളതാണ്. കാരണം ഒരിടത്തും ഈ വൈറസിനെതിരായിട്ടുള്ള ഒരു മരുന്ന് കണ്ടെത്തിയിട്ടില്ല. പിന്നെ നമ്മൾ എല്ലാ ടേമിലും കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് ഈ 1 കിലോമീറ്റർ ഇത് പ്രഭവ കേന്ദ്രത്തിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഇതിനെ കൊന്നെടുക്കുക എന്നുള്ളത് മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ. ഇപ്പം നമ്മൾ മറ്റ് രാജ്യങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കംബോഡിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യമരണങ്ങൾ വർദ്ധിച്ചു വരുന്നൊരവസ്ഥയാണ്. അവിടെ 50ഓളം മനുഷ്യർക്ക് തന്നെ ഈ വൈറസ് ബാധിച്ചു എന്നുള്ളതാണ് നമ്മൾ കേട്ടത്. അതോടൊപ്പം തന്നെ പശുക്കളുടെ പാലിലും ഈ വൈറസ് കടന്നു പിടിക്കുന്നുണ്ട്. മിനിസ്റ്റർ, ഇതിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ അങ്ങനെയുള്ള സാധ്യതകളെ പറ്റിയൊക്കെ അങ്ങ് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗുമായും സഹമന്ത്രി ജോർജ് കുര്യനുമായിട്ടൊക്കെ മിനിസ്റ്റർ നേരത്തെ കൂടിക്കാഴ്ചകളൊക്കെ നടത്തിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ താറാവ് കർഷകർക്ക് ഇതുവരെ കള്ളിങ് നടത്തിയതിന് നഷ്ടപരിഹാരം പോലും കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം ഒരു ഉപജീവന പാക്കേജ് കൂടി വന്നാൽ അവർക്കും ജീവിക്കണ്ടേ മിനിസ്റ്റർ? അതെ അതെ, ഞങ്ങൾ അതിന് വേണ്ടുന്ന ചില ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രിയെ കണ്ട് ഞങ്ങൾ നേരിട്ടിപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. അതിൽ ഞങ്ങൾ ഒന്ന് പറഞ്ഞത് ഒരു പ്രതിരോധ വാക്സിനെങ്കിലും തൽക്കാലം നമ്മുടെ ഈ കോഴികൾക്കും താറാവുകൾക്കും കൊടുക്കണം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളൊരു അഭിപ്രായം, ഒരു പേപ്പർ, ഒരു നോമിനേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, കേന്ദ്ര വകുപ്പിന് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പാക്കേജ്, അത് ഇവിടുത്തെ കർഷകർ പറയാതെ തന്നെ കേരളത്തിലെ ഒരു ഗവൺമെൻറ് എന്ന നിലയ്ക്ക് മൃഗസംരക്ഷണം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി എന്ന നിലയ്ക്ക് കർഷകർക്കുള്ള ഒരു ജീവനോപാധി ഒരു പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ഞങ്ങൾ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടു. അത്തരത്തിലുള്ളൊരു മെമ്മോറാണ്ടം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം കഴിഞ്ഞ വർഷം വരെയുള്ള എല്ലാം നമ്മുടെ പക്ഷി കർഷകർക്കും ഞങ്ങൾ അതിൻ്റെ ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കുടിശ്ശികയെല്ലാം നമ്മൾ കൊടുത്തു. പക്ഷേ അങ്ങനെ കുടിശ്ശിക കൊടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ 60% നമുക്ക് തരും, 40% കേരളത്തിലെ ഗവൺമെൻറ് ഉപയോഗിക്കുമ്പോഴും കഴിഞ്ഞ 2 വർഷമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തരുവാനുള്ള ആനുകൂല്യം ഈ 60% നമുക്ക് തരാറില്ല.
അത് പക്ഷേ അതിന് പകരമായി കേരളത്തിലെ ഗവൺമെന്റ് തന്നെ നമ്മുടെ തന്നെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഈ കുറവ് നികത്തിക്കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന മുറയ്ക്ക് ഞങ്ങളിത് റീകൂപ്പ് ചെയ്യുകയാണ് നമ്മുടെ ഫണ്ടിലേക്ക്. അങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ മിനിസ്റ്റർ, ഈ പണം എന്ന് പറയുന്നത് മിനിസ്റ്റർ, ഈ പണം എന്ന് പറയുന്നത് അവർക്ക് എത്രത്തോളം ആവശ്യമാണ് എന്ന് അങ്ങേക്ക് നേരിട്ട് അറിയാവുന്നതാണല്ലോ. അതായത് ഈ കയർ മേഖല, അതിൽ നിന്നുള്ള വരുമാനം നിലച്ചതിന് ശേഷം ആലപ്പുഴയിലെ ജനങ്ങളുടെ ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ് ഈ താറാവ്, കോഴി കൃഷിയൊക്കെ. ഒരുപാട് പേർ അതുവഴിയാണ് ജീവിക്കുന്നത്. മറ്റൊരു വഴിയില്ല അവർക്ക്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ മഴക്കാലമാണ്. കള്ളിങ് നടത്തിയതിന്റെ നഷ്ടപരിഹാരമില്ലെങ്കിൽ അവർക്ക് അടുപ്പ് പുകയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ നഷ്ടപരിഹാരം ഉടൻ കൊടുത്തു തീർക്കാനുള്ള നടപടി ഉണ്ടാകുമോ എന്നാണ് അവർക്ക് അറിയേണ്ടത്. അതെ, അത് ഇത്തവണത്തെ പക്ഷിപ്പനി മൂലം മരണപ്പെട്ട പക്ഷികൾ 1,90,000 ഞങ്ങളുടെ ഫാമുകളിൽ ഉൾപ്പെടെ ഇത്തവണ വൈറസ് വന്നു. മുമ്പൊരിക്കലും ഫാമുകളിൽ പോലും പറന്നു പിടിക്കത്തില്ല. പറത്ത പക്ഷികളില്, പ്രാവുകളില്, കൊക്കുകളില്, അതോടൊപ്പം തന്നെ മയിലുകളില്, കാക്കകളില് ഇത്തവണ കണ്ടെത്തി. മുമ്പെങ്ങും അങ്ങനെ ഇല്ലായിരുന്നു. ഇതിനകത്തെല്ലാം ഇപ്പൊ വൈറസ് കണ്ടെത്തി. അതുകൊണ്ടാണ് നമ്മൾ ഇത് മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞു. അത് നമ്മൾ 18 അംഗ സംഘത്തിന്റെ ഒരു റിപ്പോർട്ട് നമ്മൾ കിട്ടിയപ്പോഴും ഇപ്പോഴും നമ്മൾ അത്രയും ചെയ്യാൻ പോയില്ല. കാരണം ഈ 1 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം നമ്മളിപ്പോൾ ചെയ്ത് തൽക്കാലം ഞങ്ങളൊന്ന് നോക്കുകയാണ്. കാരണം ഇതിന്റെ ഇതിന്റെ വ്യാപ്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കാണുന്നുണ്ട്. അത് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത. ഇവരുടെ പണം എത്രയും പെട്ടെന്ന് കൊടുക്കുവാനുള്ള സംവിധാനം ഞങ്ങൾ ആലോചിക്കും. കേന്ദ്രം തരുവാനുള്ള 6,20,00,000 രൂപ അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ ഗഡുക്കളായിട്ടേ തരുവുള്ളൂ. പക്ഷെ കേരളത്തിലെ ഗവൺമെന്റ്, നമ്മുടെ വകുപ്പ് തന്നെ ഞങ്ങൾ ഇതിനകത്ത് ഇടപെട്ട് പരമാവധി കർഷകരെ എത്രയും പെട്ടെന്ന് സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് ഞങ്ങളിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. കർഷകർ സർക്കാരുമായി, മന്ത്രിയുമായി ഒരു ചർച്ച വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അവരെ കേൾക്കുമോ മന്ത്രി? പിന്നെന്താ, അവരെ വിളിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചക്കകം അവിടുത്തെ കർഷകരെ നമ്മൾ വിളിച്ചു കൂട്ടുന്നു. വളരെ നന്ദി മിനിസ്റ്റർ. ജെ ചിഞ്ചുറാണിയാണ് നമുക്കൊപ്പം തത്സമയം ചേർന്നത്.